പഫ്സ് അപ്പം തന്നെ കടയിൽ പോയി. അത് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞു. എൻ്റെ ആൻറ്റി ഉണ്ട് ഇവിടെ അടുത്തായിട്ട്. അപ്പോൾ ആൻറ്റിയുടെ അടുത്ത് പോയി, ആൻറ്റിയുടെ അടുത്ത് ഹായ് ബൈ പറഞ്ഞു. എന്നിട്ട് പിന്നെ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി പഫ് പേസ്ട്രി മേടിച്ചു. പഫ്സ് ഉണ്ടാക്കി, അതിൻ്റെ കൂടെ കുറച്ച് വേറെ കറീസൊക്കെ ഉണ്ടാക്കി. സോ ഐ വാസ് ലൈക്ക് ലേറ്റ് കടന്നപ്പോൾ. പക്ഷെ പഫ്സ് ഇസ് മൈ, ഞാൻ പറഞ്ഞു ഭയങ്കര അഡിക്റ്റഡ് ആണ് ഇതുമായിട്ട്. ബിക്കോസ് വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാൻ UKG LKG എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ കോട്ടയത്തായിരുന്നു. സോ ദാറ്റ് ടൈം എൻ്റെ, ആൻഡ് ഓൾസോ ഐ വാസ് ഫസ്റ്റ് ചൈൽഡ്. ഗ്രാൻഡ് ചൈൽഡ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പച്ചൻ എപ്പോൾ എവിടെ മിക്ക ദിവസവും അപ്പച്ചൻ പുറത്തു പോകും, പള്ളിയിലും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഞാൻ എൻ്റെ UKG LKG പഠിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ച് വന്നു കഴിയുമ്പം അപ്പച്ചൻ എല്ലാ ദിവസവും വൈകുന്നേരം വാട്ട് ഹി ബ്രിങ്സ് ഇസ് ഫ്രൂട്ട്സ് ഒന്നുമല്ല. അപ്പച്ചൻ പൊൻകുന്നം ആ ഒരു റീജിയനിൽ ഒരു ബേക്കറി കട ഉണ്ട്. അവിടെ ഈ എലൈറ്റിൻ്റെ കേക്ക്, എലൈറ്റിൻ്റെ അങ്ങനത്തെ കുറേ കേക്കുകളും പല ഫ്ലേവേഴ്സിൽ, ഓറഞ്ച് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പം ഓറഞ്ചിൻ്റെ ഫ്ലേവർ, ഓറഞ്ചിൻ്റെ ഫ്ലേവറിൽ. സോ അപ്പച്ചൻ വുഡ് ബ്രിങ് ഈതർ എലൈറ്റിൻ്റെ കേക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ പഫ്സ്, ആൻഡ് ദെൻ മേ ബി കട്ട്ലെറ്റ്, അങ്ങനത്തെ സ്നാക്സ് ആവുന്നുണ്ട്, ഫ്രൂട്ട്സ് അല്ല ബേസിക്കലി. ആൻഡ് സോ ഐ ലൈക്ക് എവറി ഡേ അങ്ങനത്തെ പല 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 സാധനങ്ങൾ, കട്ട്ലെറ്റ് അങ്ങനത്തെ ഒക്കെ ഡെയിലി ഡിഫറെൻ്റാണ്. അപ്പോൾ അത് കൊണ്ടുവരുന്നുണ്ട്. അമ്മച്ചി വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ മേടിച്ചുകൊണ്ട് വരും. സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ചെറുപ്പം തൊട്ടേ കിട്ടുന്ന ഇത്, നമുക്ക് എന്താണ് ചെറുപ്പത്തിലേ കിട്ടുന്നത് അതിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവില്ലേ. സോ ഞാനിങ്ങനെ മേ ബി എൻ്റെ പപ്പയും അമ്മയും കോഴിക്കോടായിരുന്നു. സോ എനിക്ക് വിഷമമുണ്ടാ വിചാരിച്ചിട്ട് എന്നെ സന്തോഷിപ്പിക്കാൻ കൂടിയൊക്കെയാണ് അപ്പച്ചൻ ഇതൊക്കെ ചെയ്യുന്നത്. ആൻഡ് സോ ഐ ബിക്കെയിം സോ അഡിക്റ്റഡ് ടു ദീസ് സ്നാക്സ് ദാറ്റ് ഫ്രൂട്ട്സ് എൻ്റെ ലൈഫിൽ ഞാൻ കഴിക്കുന്നത് വളരെ റെയറാണ്. അതാണ് ഏറ്റവും ഹെൽത്തി തിങ്. ബട്ട് ഇത് എന്ന് വെച്ചാൽ ഇറ്റ്സ് സംതിങ് എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ സ്നാക്സ്. ഐ ക്യാൻ ഈറ്റ്. ഞാൻ ഇത് ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കിയ പാടെ തന്നെ വേണമെങ്കിൽ എനിക്ക് 7 അകത്താക്കാൻ പറ്റും. ഒരെണ്ണത്തിലൊന്നും ഞാൻ ഒതുക്കാറേയില്ല. ബട്ട് പഫ്സ് അഡിക്ഷൻ ഇസ് ഡിഫറെൻറ്റ്. ആൻഡ് ഓൾസോ എനിക്ക് പഫ്സ് പ്രത്യേക രീതിയിലുള്ള പഫ്സാണ് ഇഷ്ടം. എനിക്കിങ്ങനെ പൊടിഞ്ഞിരിക്കുന്ന പഫ്സാണ് ഇഷ്ടം. എനിക്കിങ്ങനെ ലെയർ ആയിട്ട് വരുന്ന വലിയ താല്പര്യമില്ല. ലെയർ ആയിട്ട് വരുന്നത് ഒന്നെങ്കിൽ എൻ്റെ മുകളിൽ ഇങ്ങനെ മുട്ട ബ്രഷ് ചെയ്യുന്നതുകൊണ്ടാണ്. ബട്ട് ഐ ലൈക്ക് ഈതർ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഇങ്ങനെ ചിലർക്കത് ഭയങ്കര മെസ്സിയാണ്, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോ എഗ്ഗ് എനിക്കിഷ്ടമല്ല, ബട്ട് ഐ ലവ് എഗ് പഫ്സ്. Puffs. High five to all the puffs lovers. I will like ഇത് ഞാൻ ഇടയ്ക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രം, ഫുഡിൻ്റെ കാര്യം വൺ ഓഫ് ദ റീസൺ ആണ്. ഐം ലൈക്ക് താങ്ക് ഗോഡ് ഞാൻ കേരളത്തിൽ പറഞ്ഞത്. കാരണം ഇറ്റ്സ് ലൈക്ക് യു കാൺ ഗെറ്റ് ഇറ്റ് ഇൻ എനി ഓഫ് ദ അതർ കൺട്രി. പഫ്സ് കിട്ടും, പക്ഷേ എഗ് പഫ്സ് വിത്ത് നമ്മുടെ ഫ്ലേവർ ആൻഡ് എരിവ് ആൻഡ് ഓൾ ദീസ് മസാല നമ്മുടെ കേരളത്തിൽ തന്നെ കിട്ടത്തുള്ളൂ. കഴിക്കാൻ പറ്റും, പക്ഷേ നമ്മൾ വേറെ കൺട്രി ജനിച്ചതാണെങ്കിൽ നമുക്ക് ഇത്രയും സ്പൈസ് ടോളറൻസും ഈ ഫ്ലേവേഴ്സൊക്കെ ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. So this is for all the puffs lovers. I'm not gonna stop with one puffs. I've got a lot of puffs which I made, so it's not healthy, but എല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ, എപ്പോഴും ചെയ്യാറില്ല. I don't get much time അതിന്. So that's it. നല്ല മഴ, നല്ല ചൂട് പഫ്സ്. That's it.
അപ്പോൾ പഫ്സ് ലവേഴ്സ്, ഇഫ് ഇത് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓൾവേസ് നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാം.